ഹായ് ഓൾ. നമ്മൾ ഓൾറെഡി ആർ എൽ സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ, അതുപോലെ ആർ സി സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ, ആർ എൽ സി സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പം ഇതിപ്പോൾ എക്സാമിൽ ചോദിക്കുക, ചിലപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ആർ എൽ സർക്യൂട്ട് വന്നിട്ട് ആ ആർ എൽ സർക്യൂട്ടിൻ്റെ ഐ ഓഫ് ടി അല്ലെങ്കിൽ വി എൽ ഓഫ് ടി എന്താണോ, അല്ലെങ്കിൽ വി സി ഓഫ് ടി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് കാണാനുള്ള പ്രോബ്ലംസ് ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. ഡിപ്പെൻസ് ഓൺ ദി എക്സാമിനർ. അപ്പോൾ ആർ എൽ സർക്യൂട്ടിൻ്റെ സിനുസോയിഡൽ എക്സൈറ്റേഷൻ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് ഞാൻ ആർ എൽ സർക്യൂട്ട് ചെയ്യുക, കാരണം കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ എ സീരീസ് ആർ എൽ സർക്യൂട്ട് ഈസ് എക്സൈറ്റഡ് ബൈ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 sin omega t. ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 sin omega t at t is equal to 0. t is equal to 0. Okay. Find the current and voltage across the inductor if R is equal to 100 ohm, L is equal to 0.1 Henry. അപ്പോൾ ആറും എല്ലും ഇത് ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 sin omega t. അപ്പം ഒരു 10 sin omega t ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം, ഇറ്റ്സ് എ സിനുസോയിഡൽ എക്സൈറ്റേഷൻ. അതുപോലെ ആർ എൽ സർക്യൂട്ടാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സീരീസ് ആർ എൽ സർക്യൂട്ടാണ്, ആറും എല്ലും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്, അതായത് എസ് ഡൊമൈനിലുള്ള സർക്യൂട്ട് ഡയറക്റ്റായിട്ട് വരക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പഠിച്ചു, എങ്ങനെ ആർ എൽ സർക്യൂട്ടിൻ്റെ വരക്കാം. നമ്മൾ ആക്ച്വലി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഞാൻ വരക്കാം. ഇ ഓഫ് ടി, ടൈം ഡൊമൈനിലുള്ള സർക്യൂട്ട് ഇ ഓഫ് ടി ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും, അല്ലേ? ഇത് ആറാണ്, ഇത് 0.1 ആണ്, അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇ ഓഫ് ടി എന്താവും, ഇ ഓഫ് എസ് ആവും. റെസിസ്റ്റൻസ് ആർ തന്നെയാണ്. ഇൻഡക്റ്റൻസ് 0.1 എന്നുള്ളത് എന്താവും, എൽ എസ് പ്ലസ് അല്ലെങ്കിൽ എൽ എസ് മൈനസ് എൽ ഐ ഓഫ് 0, ഇങ്ങനെയല്ലേ ആവുക. എൽ എസ് മൈനസ് എൽ ഐ ഓഫ് 0 എന്നുള്ളൊരു ടേമാണ് വരുന്നത്. ബട്ട് ഇവിടെ എന്താണ്, ഇനീഷ്യൽ കണ്ടീഷൻസൊക്കെ 0 ആണ്. അതുകൊണ്ട് എൽ എത്രയാണ്, ഇൻഡക്റ്റൻസ് 0.1 തന്നിട്ടുണ്ട്, അത് ഇൻറ്റു എസ്. അപ്പോൾ അതാണ് 0.1 എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോംഡ് ഈ സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഓൾറെഡി അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, കെ വി എൽ ഇക്വേഷൻസ് ഐ ഓഫ് എസ് ഉണ്ട് കേട്ടോ, കെ വി എൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 sin omega t. ഇതെന്താണ്, ജനറൽ ഫോർമുല നമ്മൾ പഠിച്ചത് എന്താണ്, ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ സൈൻ ഒമേഗ ടി. ഈ ഒരു ഫോമിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒമേഗക്ക് പകരം, ഒമേഗ എന്താണ്, ഫ്രീക്വൻസിയാണ്, ഒമേഗക്ക് പകരം ഇവിടെ 100 ആണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 100 ആണ്. ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അത് 10 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളിത് ഓരോ വാല്യൂസ് ഇതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. ഇനി നോക്കാം, നമ്മൾ കെ വി എൽ അപ്ലൈ. അപ്പോൾ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ഇ ഓഫ് ടി, അല്ലേ? എൽ ഓഫ് ഇ ഓഫ് ടി എന്താണ്, 10 sin omega t ആണ്, 10 sin 100 t ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ 10 അതുപോലെയാണ്. സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഇവിടെ ഒമേഗക്ക് പകരം 100 ആണ്, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് പകരം 100 സ്ക്വയർ ആണ്. അപ്ലൈയിങ് കെ വി എൽ വി ഗെറ്റ് ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ഐ ഓഫ് എസ്, അതായത് 6 ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ്, ദാറ്റ് ഈസ് 0.1 എസ് ഇൻറ്റു ഐ ഓഫ് എസ്. അങ്ങനെ നമുക്ക് കെ വി എൽ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ ഐ ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും 10 പ്ലസ് 0.1 എസ് കിട്ടും. അപ്പോൾ ഇ ഓഫ് എസ് ബൈ 10 പ്ലസ് 0.1 എസ്. ഇനി നമ്മളതിനെ ഒരു എസ് പ്ലസ് എ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇ ഓഫ് എസ് 0.1 പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടി, 10 ഡിവൈഡ് ബൈ 0.1, അതായത് 100 കിട്ടും. കാരണം ഈ 0.1 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം, 10 കിട്ടണം. അപ്പം 100 ഇൻറ്റു 0.1 10 കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് 10 എന്തായി, 100 ആയി.
0.1 s എന്നുള്ളത് എസ് ആയി, അതായത് 0.1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇ ഓഫ് എസ് ബൈ 0.1 അല്ലേ, അതായത് ഇ ഓഫ് എസ് ഡിവൈഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 1/10 എന്ന് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് 10/1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് മുകളിൽ വരും, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ഇ ഓഫ് എസ് ഇൻറ്റു 10 ഡിവൈഡ് ബൈ എസ് പ്ലസ് 100 ഇങ്ങനെ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇ ഓഫ് എസ് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എസ് എന്താണ് കണ്ടുപിടിച്ചത്? ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 100 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. ഇനി ആ ഇ ഓഫ് എസ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 100 ഇൻറ്റു ഈ 10 അല്ലേ, ഇ ഓഫ് എസ് 10 ഇൻറ്റു 100 ആണ്, അതുകൂടാണ്ട് ഈ ഒരു 10 ഡിവൈഡ് ബൈ എസ് പ്ലസ് 100 ഇൻറ്റു ഇ ഓഫ് എസിൻ്റെ എസ് സ്ക്വയർ പ്ലസ് 100. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്തു? ഇപ്പം 10 ഇൻറ്റു 100 ഇൻറ്റു 10, അപ്പം ടോട്ടൽ 10⁴ ഡിവൈഡ് ബൈ എസ് പ്ലസ് 100 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100. ഇനി നമ്മളെന്താ ചെയ്തത്? ഇപ്പോൾ ഐ ഓഫ് എസ് ഇസിക്കൽ 10⁴ ഇസിക്കൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടിട്ടാണ് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാം. എന്തായിരിക്കും? 10⁴ ബൈ എസ് പ്ലസ് 100 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയറിന് എ ബൈ എസ്. നമ്മൾ നേരത്തെ എക്ക് പകരം ഞാൻ ഇവിടെ K1 എടുത്തു. ദറ്റ് ഈസ് K1 ബൈ എസ് പ്ലസ് 100. പിന്നെ K2 എസ് പ്ലസ് K3 ബൈ എസ് സ്ക്വയർ 100, എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. ഇത് നമ്മൾ ഓൾറെഡി ആ സൊല്യൂഷൻ ചെയ്ത് അതേപോലെ തന്നെ എടുക്കുന്നത്. ഇനി എന്ത് ചെയ്തു? K1ഉം K2ഉം K3യും കാണണം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റുള്ള നമ്മുടെ ജനറലായിട്ടുള്ള RLൻ്റെ സൊല്യൂഷൻ അറിയെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാം? K1 ഈസ് ഈക്വൽ ടു മൈനസ് K2 എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി കുറയും. അപ്പോൾ K1 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? K1 കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷന്, ഐ ഓഫ് എസ് എന്നുള്ള ഇക്വേഷന് എസ് പ്ലസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 100 എന്ന് കൊടുക്കുക. അതായത് എസ് പ്ലസ് 100 ഇസ് ഈക്വൽ ടു 0, അതിന് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 100 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസ് പ്ലസ് 100ഉം എസ് പ്ലസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് 100ഉം പോയി. അപ്പം 10⁴ ബൈ എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. എന്നിട്ട് എസ്സിന് എന്ത് കൊടുക്കുക? എസ് പ്ലസ് 100 ഈക്വൽ ടു 0 കൊടുക്കുക. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു മൈനസ് 100 എന്ന് കൊടുക്കുക. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു മൈനസ് 100 എന്ന് കൊടുത്തു. അപ്പോൾ എസ് സ്ക്വയറിന് നേരം മൈനസ് 100 ഹോൾ സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. അതായത് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 100 സ്ക്വയർ. 100 സ്ക്വയർ എന്താണ്? 10⁴ ആണ്. അപ്പം 10⁴ഉം 100 സ്ക്വയറും ക്യാൻസലായിപ്പോയി. അപ്പോൾ K1 ഇസ് ഈക്വൽ ടു 0.5 കിട്ടി. ഇനി എല്ലാ സീരീസ് RL RC സർക്യൂട്ടിലും K1 ഇസ് ഈക്വൽ ടു മൈനസ് K2 ആയിരിക്കും. K1 ഇസ് ഈക്വൽ ടു മൈനസ് K2 ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ എന്ത് എഴുതി? K2 ഇസ് ഈക്വൽ ടു -5 എന്ന് എഴുതി. ഇനി K2 ഇസ് ഈക്വൽ ടു -5 ഇങ്ങനെ എഴുതണമെന്നില്ല. നമുക്കല്ലാണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ടേംസ് ഇക്വേറ്റ് ചെയ്തിട്ടായാലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുതാം. അങ്ങനെ എഴുതി നോക്കണം. അങ്ങനെ എഴുതുമ്പോൾ എന്താ കിട്ടുക? ഓൺ ക്രോസ് മൾട്ടിപ്ലൈയിങ്, അതായത് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആവും. അപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എങ്ങനെ കിട്ടുക? K1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ അല്ലേ, പ്ലസ് K2s ഇൻറ്റു പ്ലസ് K3 ഇൻറ്റു എസ് പ്ലസ് 100 ഈസ് ഈക്വൽ ടു 10⁴ എന്ന് കിട്ടും. അതായത് നമ്മൾ K2 നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ K3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ K1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ പ്ലസ് K2s പ്ലസ് K3 ഇൻറ്റു എസ് പ്ലസ് 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 10⁴ എന്ന് കിട്ടി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം K1 എസ് സ്ക്വയർ പ്ലസ് K1 100 പ്ലസ് K2 എസ് സ്ക്വയർ പ്ലസ് 100 ഇൻറ്റു K2s പ്ലസ് K3s പ്ലസ് 100 ഇൻറ്റു K3 ഈസ് ഈക്വൽ ടു 10⁴ എന്ന് കിട്ടി. ഇനി നമുക്ക് K2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? K2ൻ്റെ ടേംസ് പുറത്തിടും. അതായത് എസ് സ്ക്വയറിൻ്റെ ടേമിൽ എന്തുണ്ട്? K2 ഉണ്ട്, K1 ഉണ്ട്. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ K1 പ്ലസ് K2 ഇൻറ്റു എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ല അല്ല 10⁴ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 0 കിട്ടും. അപ്പോൾ എസ് സ്ക്വയർ ഇപ്പുറം പോയി കഴിഞ്ഞാൽ k1 + k2 = 0 കിട്ടും. അപ്പോൾ k1 = -k2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി k3 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? k3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് k3 ഉള്ളത് എസിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ്. അപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കും. അപ്പോൾ k3s + 100 × k2s = എസ് ഇവിടെ ഉണ്ടോ? ഈ സൈഡിൽ എസ് ഇല്ല, അപ്പോൾ അത് = 0 എന്ന് കൊടുത്തു. അതാണ് വി ഹാവ് ടു ചെക്ക് k3. സോ ടേക്കിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് വി ഹാവ് 100 × k2s + k3 = 0. അപ്പോൾ എസ് പോയി 100 × k2 + k3 = 0. അപ്പോൾ k3 നമുക്ക് k2 -0.5 എന്ന് കിട്ടി. അതും കൂടി കൊടുക്കുമ്പം എന്ത് കിട്ടി? ഫൈനലി k3 = 50 എന്ന് കിട്ടി. ദാറ്റ് ഈസ് k3 = 50 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? k3 = 50. നൗ I of s നമ്മൾ നമ്മുടെ ഇനീഷ്യൽ വാല്യൂയിൽ കൊടുത്തു k1/s + 100. k1 എത്രയാണ്? 0.5 കിട്ടി. അപ്പോൾ അത് k1ൻ്റെ വാല്യൂ കൊടുത്ത്. ഇനി k2 - 0.s k2s + k3 50 / s² + 100². ഇനി എന്ത് ചെയ്യുക? ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്തത് 0.5 × s + -0.5s × s² + 100², പിന്നെ 50/s² + 100² സ്പ്ലിറ്റ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതായത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് I of t. കറണ്ട് I of t ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. therefore I of t is equal to 0.5 × s + 100. s + a എന്താണ്? e⁻⁻ at ആണ് s + a. അപ്പോൾ ഇവിടെ e⁻⁻ പകരം 100 ആണ് t. e⁻⁻100t മൈനസ് എന്ത് കിട്ടി? 0.5 കോമൺ ആണ്. അപ്പോൾ 0.5 s/s² + 100² എന്താണ്? cos at ആണ്, അല്ലെങ്കിൽ cos 100t ആണ്. അപ്പോൾ cos 100t എന്ന് എഴുതി. ഇനി 50/s² + 100². ഇപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ? പറ്റും, കാരണം ω/s² + 100² ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? sin ωt എന്ന് എഴുതാം. മുകളിൽ എസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കോസിലേക്ക് മാറ്റാം. ബട്ട് ഇവിടെ എസ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ സൈൻ ടേമിലേക്ക് മാറ്റാൻ പറ്റൂ. അതുകൊണ്ട് s² + 100². അപ്പോൾ മുകളിൽ എന്ത് വേണം? ഒരു 100 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 100 കൊണ്ട് ഡിവൈഡും ചെയ്തു. അപ്പോൾ 100 ഡിവിഷൻ വരുമ്പോൾ 50/100 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറകിലെടുത്തു. ബാക്കി 100/s² + 100² ഇവിടെ എഴുതി. അപ്പോൾ 50/100 എന്താണ്? 0.5 ആണ്. 100/s² + 100² എന്താണ്? sin ωt അല്ലെങ്കിൽ sin 100t ആണ്. ω 100 ആണ് അല്ലേ? sin 100t ആണ്. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ലാസ്റ്റത്തെ ആൻസർ sin ωt + 5 എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടിയത് അല്ലെ RL സർക്യൂട്ടിൽ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വീണ്ടും നമുക്ക് കൊണ്ടുവരണം. അതായത് ഈ ഒരു ടേം മൈനസ് സംതിങ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു sin ωt ± 5 എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള 0.5 ഉണ്ട്, ഇവിടെ ഒരു 0.5 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈൻ്റെ ടേമും ഇവിടെ ഒരു കോസിൻ്റെ ടേമും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സൈൻ കോസും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു, 5 എടുത്തു. അപ്പം സൈൻ സംതിങ് കിട്ടാൻ 0.5 സൈനിലേക്ക് വരണം. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ 0.5 കൊടുത്തു. ഇവിടെ എന്താ വരേണ്ടത്? കോസാണ് വരേണ്ടത്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പം അഡ്ജസൻറ്റ് സൈഡിൽ നമ്മൾ 0.5 കൊടുത്തു. അപ്പം 0.5 വരുമ്പം ഇവിടെ എന്ത് കിട്ടും? √ ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. അപ്പം 0.5² + 0.5² ദാറ്റ് ഈസ് 0.0707 കിട്ടും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് 0.5 എന്ത് എഴുതാം? sin 5 = 5 എന്ത് കിട്ടും? tan ഇൻവേഴ്സ് 5 = tan ഇൻവേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് 0.5 എന്ന് കിട്ടും. കാരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ tan ഇൻവേഴ്സ് 1 കിട്ടും. ദാറ്റ് ഈസ് 45 ഡിഗ്രിയാണ്. 5 കിട്ടി അല്ലേ?
ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഈ ട്രയാങ്കിളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 0.5 0.5 5 0.707 കിട്ടിയിട്ടുണ്ട്. 5 tan inverse കിട്ടിയിട്ടുണ്ട്. ഇനി sin phi is equal to 0.5/0.707. അപ്പോൾ അതിന് 0.5ന് നമ്മൾ എന്ത് ചെയ്തു? 0.707 sin phi എന്ന് കൊടുത്തു. അതുപോലെ cos phi is equal to 0.5/0.707. therefore അവിടെയും 0.5ന് പകരം 0.707 cos phi എന്നും കൊടുത്തു. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റത്തേൽ 0.707 sin phi എന്ന് കൊടുത്തു 0.5ന് പകരം. സെക്കൻഡത്തെ 0.5 രണ്ടാമത്തെ 0.5ന് പകരം 0.707 cos phi എന്ന് കൊടുത്തു. എന്നിട്ട് 0.707 ഒന്ന് പുറത്തെടുത്ത് sin omega t ഉള്ള ടേം ഫസ്റ്റ് എഴുതി. അപ്പം സൈൻ ഈ ഒരു ടേം ഫസ്റ്റ് എഴുതി. sin 100t cos phi മൈനസ് cos 100t sin phi. അതായത് sin a cos b മൈനസ് cos a sin b. അതായത് sin a മൈനസ് ബി ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ sin എക്ക് പകരം 100t ആണ്, sin a മൈനസ് ബി അല്ലേ. അപ്പം എന്ത് കിട്ടി? sin 100 മൈനസ് 5 എന്ന് കിട്ടി. sin ഓഫ് 100 മൈനസ് 5. അപ്പോൾ 0.5 e raised to minus 100t പ്ലസ് 0.707 sin 100t മൈനസ് 5 അല്ലേ. ഇങ്ങനെ ആൻസർ കിട്ടി. നമുക്ക് ഫൈ എന്താണ്? 45 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു വാല്യൂ കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 45 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഇക്വേഷനിൽ എന്തുണ്ട്? ഒരു ട്രാൻസിയൻറ്റ് ടേം ഉണ്ട് 0.5 e raised to minus 100t. അതുപോലെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടേം ഉണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ ഇക്വേഷനിലെ ട്രാൻസിയൻറ്റ് ടേമും സ്റ്റഡി സ്റ്റേറ്റ് ടേമും കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ e raised to minus t എന്ന് പറയുമ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. മൈനസ് ആയതുകൊണ്ട് ഡിക്രീസ് ചെയ്ത് തരുന്നത് അല്ല. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ ഗ്രാഫിക്കലി വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് എന്തായിരിക്കും? sin omega t മൈനസ് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ഒരു സിനുസോയിഡൽ ടേം ആണ്. ബട്ട് ദർ ഷുഡ് ബി എ 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. 45 ഇവിടെ നിന്ന് തുടങ്ങുന്ന സാധനം ഒരു 45 ഡിഗ്രി ശേഷം തുടങ്ങും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങേണ്ട ഒരു സൈൻ വേവിന് 45 ഡിഗ്രി ഷിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ എന്താ കിട്ടുക? ഇത് 90 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ളൊരു വേവ് ഫോം ആയിരിക്കും ഏതിൽ കിട്ടാം? ഓക്കെ. അതായത് ഒരു 45 ഷിഫ്റ്റ് ഇവിടെ നിന്ന് വരും. ഇങ്ങനെയുള്ളൊരു വേവ് ഫോം ആയിരിക്കും ഉണ്ടാവുക, ഒരു 45 ഡിഗ്രി ഷിഫ്റ്റുള്ള. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫേസ് ഷിഫ്റ്റിലുള്ള വേവ് ഫോം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയല്ല വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കുറഞ്ഞ് അവസാനം സ്റ്റഡി സ്റ്റേറ്റിലെത്തുമ്പം സിനുസോയിഡലായിട്ട് പോകും. ഓക്കെ. ഇതായിരിക്കും ഇതിൻ്റെ വേവ് ഫോംസ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് കറണ്ട് ഐ ഓഫ് ടി കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ വി എൽ ഓഫ് ടിയും കാണണം. അപ്പോൾ വി എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ഓഫ് ടി ബൈ ഡി ടി. അപ്പോൾ ഐ ഓഫ് ടി അറിയാം. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് കാണാം. എൽ എത്രയാണ്? 0.5 ആണ്. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഇതിനെ. അപ്പോൾ 0.5 ഇൻറ്റു e raised to minus 100t ഇൻറ്റു മൈനസ് 100 പ്ലസ് 0.7 സൈൻ എന്താണ്? കോസ് ഒമേഗ ടി മൈനസ് 45 ഡിഗ്രി ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ. അപ്പം 100t ഇൻറ്റു 100tയുടെ സെപ്പറേറ്റ് വരും, ഇൻറ്റു 100 വരും. 0.7 കോസ് 100t മൈനസ് 45 ഡിഗ്രി ഇൻറ്റു 100 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു -5 ഇൻറ്റു e raised to minus 100t പ്ലസ് 0.707 ഇൻറ്റു കോസ് 100t മൈനസ് 45 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. ഇനി ഈ കോസിനെ നമ്മളൊരു സിനുസോയിഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു പ്ലസ് π/2 ആഡ് ചെയ്തു. അപ്പം വി എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു -5 e raised to 100t പ്ലസ് -5 എങ്ങനെയാണ് കിട്ടിയത്? 0.5 ഇൻറ്റു 100 എന്ന് വന്നില്ലേ. 0.5 ഇവിടെ ഉണ്ട്, 0.1 ഇവിടെ ഉണ്ട്,
100 ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 5 റേസ് ടു മൈനസ് 100t പ്ലസ് 0.707 കോസ് 100t മൈനസ് 45 ഡിഗ്രി. അപ്പോൾ അതിനെ സിനുസോയിഡിലാക്കാൻ വേണ്ടി പ്ലസ് 100 ആഡ് ചെയ്തു. അപ്പം സൈൻ 100t പ്ലസ് 45 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതൊരു ജനറൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു ഫോമിലായിരിക്കുന്നത് നമുക്ക് ഏകദേശം അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ടേമില്ലേ 100t എന്നില്ലേ, നമ്മൾ ഏതൊരു സിനുസോയിഡൽ വേവിൻ്റെയും റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈൻ ഫംഗ്ഷൻ തന്നെ ഔട്ട്പുട്ടിൽ വരും സ്റ്റഡി സ്റ്റേറ്റിൽ. അപ്പോൾ ഈ സൈൻ നമുക്ക് ഇതുപോലെ കിട്ടും. ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത് 100t ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പോൾ ഈ സൈൻ 100t എന്നുള്ളൊരു ടേം എപ്പോഴും അവിടെ തന്നെ വരും. ഓക്കെ, i(t) കാര്യത്തിൽ നമുക്ക് പറയാം. അപ്പം ഈ സൈൻ 100t എന്നുള്ള ടേം എന്തായാലും ക്വസ്റ്റ്യനിൽ ഇപ്പം 10 sin ωt, ഒമേഗയ്ക്ക് പകരം 100 ആണ്. ആ സൈൻ ωt എന്നുള്ള ടേം എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ 45 ഡിഗ്രി ഒരു RL സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് 45 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇനി e⁻100t, ഈ 100 എന്താണ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. എന്താ RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്താണ്? R/L എന്നാണ്. അതുപോലെ ഒരു RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് RCയും ആണ്. അപ്പോൾ ഇത് വാട്ട് ഈസ് ടൈം കോൺസ്റ്റൻറ്റ്? RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് RC ആണ്. RL സർക്യൂട്ടിൻ്റെത് R/L ആണ്. അപ്പോൾ ഇവിടെ R എത്രയാണ്? 10 ആണ്. L എത്രയാണ്? 0.1 ആണ്. ദാറ്റ് ഈസ് 100. ആ RI അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടേത് കിട്ടിയ സൊല്യൂഷനും ഇതും തമ്മിൽ കറക്റ്റ് ആണോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ v(t)യുടെ വേവ് ഫോം വരച്ച് കഴിഞ്ഞാലും e⁻100t എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. അതുപോലെ സൈൻ ωt പ്ലസ് 45 ഡിഗ്രി. അപ്പോൾ അതൊരു സൈനാണ്, ഈ ഒരു രീതിയിൽ വരും. അപ്പം ഫൈനൽ റിസൾട്ടിൽ ഇങ്ങനെയായിരിക്കും വേവ് ഫോം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു RL സർക്യൂട്ട്. ഇനി നമുക്ക് RCയും RLCയും കൂടി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് 1-2 ചെയ്യാം. കാരണം ഇതൊരു 15 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 15 മാർക്സ് ഇതിൽ നിന്ന് കിട്ടും. Okay, thank you for watching. If you have any doubt, you can ask during the live class.